ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബ്ലൗസിന്റെ കപ്പ് ഷേപ്പ് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ ബ്ലൗസിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ ചില അളവുകൾ ഒന്നില്ലെങ്കിൽ അവർ കംഫർട്ട് ആയിരിക്കില്ല എടുക്കാനായിട്ട്, അതും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള കപ്പ് ഷേപ്പ് കൊണ്ടുവരാന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. കപ്പ് ഷേപ്പ് പ്രോപ്പർ ആയിട്ട് കിട്ടാനായിട്ട് 3 അളവുകളാണ് വേണ്ടത്. അതിൽ ഒന്നാണ് നമ്മുടെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ്, രണ്ടാമത്തത് നമ്മുടെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവ്, മൂന്നാമത്തതാണ് നമ്മുടെ 2 ബസ്റ്റിന്റെ പോയിന്റ്സ് തമ്മിലുള്ള അകലം. ഈ 3 അളവുകൾ കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ കപ്പ് ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു അളവുകളാണ് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് എടുക്കാൻ മറന്നതെന്ന് വെക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിയാക്കുക? അപ്പൊ അതാണ് കേട്ടോ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ബോഡിയിൽ നിന്നും എങ്ങനെയാണ് ഈ 3 അളവ് എടുക്കുക എന്നുള്ളത് നോക്കാം. അടുത്ത് നമുക്ക് ഈ അളവ് എടുക്കാൻ മറന്നാൽ എന്ത് ചെയ്യുന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് ഷോൾഡർ ടു നിപ്പിൾ പോയിന്റ് വരെയുള്ള അളവാണ്, അതായത് ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അളവാണ്. അപ്പൊ നമ്മള് ഷോൾഡറിന്റെ അവിടെ നിന്ന്, അതായത് മിഡിൽ ഷോൾഡർ, ഒരുപാട് കയറിയും പോരുത്, ഒരുപാട് ഇറങ്ങിയും പോരുത്. ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ നെക്ക് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു അളവിൽ നിന്ന് താഴേക്കാണ് എടുക്കേണ്ടത്. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എവിടെയാണെന്ന് നോക്കുക, ആ അളവ് എടുക്കുക. ആ ടേപ്പ് എടുക്കാതെ തന്നെ അതേപോലെ അണ്ടർ ബ്രസ്റ്റിന്റെ അളവ് എടുക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു അളവായിരിക്കും നമുക്ക് കസ്റ്റമറിനൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അളവ് ഇതുപോലെ എടുക്കുക. അടുത്തത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അതിനായിട്ട് 2 ബ്രസ്റ്റ് പോയിന്റിന്റെയും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയാണ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഈ 3 അളവും നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ അളവുകളൊക്കെ ബോഡിയിൽ നിന്ന് എടുക്കാതെ എങ്ങനെയാണ് കാൽക്കുലേഷൻ വെച്ചിട്ട് നോക്കാന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ്, നിപ്പിൾ പോയിന്റ്, അങ്ങനെ ഓരോ അളവുകൾ പറയുമല്ലോ. നമ്മുടെ ബ്രസ്റ്റിന്റെ പോയിന്റ് വരെയുള്ള അളവ് അറിയാനായിട്ടുള്ള ഫോർമുലയാണ് നമ്മുടെ ബസ്റ്റ് എത്രയാന്നുള്ളത് നോക്കുക. ഓക്കെ, നമ്മുടെ ബസ്റ്റിന്റെ അളവ് മെയിൻ ആയിട്ട് വേണം. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ചെസ്റ്റിന്റെയും ബസ്റ്റിന്റെ അളവുകൾ എടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബസ്റ്റിന്റെ അളവ് എടുക്കുക. ബസ്റ്റിന്റെ അളവ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവായിരിക്കണം. ഒരുപാട് ടൈറ്റും ആകരുത്, ഒരുപാട് ലൂസും ആകരുത്. അങ്ങനെ അളവെടുക്കുക. എന്നിട്ട് ഈ ഒരു അളവാണ് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ കണ്ടെത്താനായിട്ട് വേണ്ടത്. അപ്പൊ അതിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് എടുക്കണം. ബാക്ക് സൈഡ് കയറിയോ ഇറങ്ങിയോ പോകരുത്. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൗണ്ട് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അതായത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്ക് ഏത് അളവാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അളവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിളിനായിട്ട് 36 ഇഞ്ചാണ് നിങ്ങളുടെ ബസ്റ്റ് എന്നുണ്ടെങ്കിൽ, അപ്പൊ 36 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് 9 ഇഞ്ചസ് ആണ് നമ്മൾ എടുക്കുക. അതായത് ഷോൾഡറിൽ തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അളവാണ് ഈ 9 ഇഞ്ച് പറയുന്നത് കേട്ടോ. ഇതേ നിങ്ങളുടെ ചെസ്റ്റും ബസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, 2 ഇഞ്ചിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് എത്ര അളവാണോ കിട്ടിയത് അതിന്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്താലും കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഹെവി ബസ്റ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു 1/2 ഇഞ്ച് എന്നുള്ളത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് എത്രയാണോ കിട്ടിയത് അത് കറക്റ്റ് അതേപോലെ വെച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിന്റെ തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അളവാണ് ഈ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവ്, അതായത് ബ്രസ്റ്റിന്റെ അടിഭാഗം വരെയുള്ള അളവ് എടുക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ബസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. നമ്മൾ നേരത്തെ 4 ആണ് ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യുക. അതായത് ഷോൾഡർ ടു നിപ്പിൾ പോയിന്റ് വരെ, ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കത്തിനായിട്ട് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്യും. അതേ നമ്മുടെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കത്തിനായിട്ട് നമ്മൾ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിളിനായിട്ട് 36 ബസ്റ്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ 36 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 12 ഇഞ്ചസ് ആണ് കിട്ടുക. 12 ഇഞ്ചസ് അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മുടെ ഷോൾഡറിനായിട്ടുള്ള തയ്യൽത്തുമ്പ് ഒരു 1/2 ഇഞ്ചും അതേപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് പീസും മെയിൻ പീസും ജോയിൻ ചെയ്യാനുള്ളതിനായിട്ട് ഒരു 1/2 ഇഞ്ചും, അങ്ങനെ 12 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവെടുക്കാനായിട്ടുള്ള ഫാർമുല വരുന്നത്. ഇനി അടുത്തത് 2 നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള വിത്ത് അറിയാനായിട്ടുള്ള ഫാർമുലയാണ്. നമ്മുടെ അതേ ബസ്റ്റ് തന്നെയാണ് കേട്ടോ. ബസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3 അളവുകൾ എടുക്കേണ്ടത്. നമ്മുടെ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്യാന്നുള്ളത്. ബസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് നമ്മുടെ നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള അകലം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിളിനായിട്ട് അതേ 36 സൈസ് ബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 3.6 ആണ് കിട്ടുക. അതായത് 3.5 ഇഞ്ചും 1 പോയിന്റും ആണ് നമുക്ക് കിട്ടുക. അതായത് 1 സൈഡിന്റെയാണ്. നമ്മൾ ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഫ്രണ്ട് കട്ട് ചെയ്യുക. അപ്പൊ 3.6 ഇഞ്ചാണ് നമ്മുടെ നിപ്പിൾ പോയിന്റിന്റെ അളവായിട്ട് വരിക. ഒരു ഹുക്കിന്റെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് നമ്മൾ ഈ 3.6 ഇഞ്ച് എടുത്തു കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള അകലവും നോക്കേണ്ടത്. അപ്പൊ ഈ അളവുകൾ നിങ്ങൾ എടുക്കാൻ മറന്നാലോ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാർമുല വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആർക്കായാലും വേറൊരു സ്റ്റെപ്പിലേക്ക് മാറുമ്പോൾ, അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ നിന്നും വേറെയിലേക്ക് മാറുമ്പോൾ ഒരു പേടി ഉണ്ടാവും, കസ്റ്റമർക്ക് ചെയ്തു കൊടുത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ അളവ് വെച്ചിട്ട് ഒരു ബ്ലൗസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലൗസ് തന്നെ ആയിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കസ്റ്റമർക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫാർമുല വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.